KGSS Tiles World, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS Tiles World. Tiles and granite, sanitary wares, tap and fittings, LED mirror cabinet, tiles paste and epoxy തുടങ്ങി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ. KGSS Tiles World, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. കാഴ്ചശക്തിയില്ലാത്ത സുഹൈലിന്റെ കുടുംബത്തെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തി പിതാവ് സയ്യിദ് അലവിയുടെ വേർപാട്. കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ നേരിട്ട് വീട്ടിലെത്തി. വർഷങ്ങളായുള്ള ആത്മബന്ധത്തിന്റെ തുടർച്ചയാണ് ഈ സന്ദർശനം. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം ചുട്ടപ്പറമ്പ് വീട്ടിൽ 63 വയസ്സുള്ള സയ്യിദ് അലവിയുടെ നിര്യാണത്തെ തുടർന്ന് കാഴ്ചശക്തിയില്ലാത്ത സുഹൈലിന്റെ കുടുംബത്തെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ച് ഡോക്ടർ മറിയ ഉമ്മൻ. സുഹൈലിനും ഭാര്യ സൽമയ്ക്കും കുടുംബത്തിനും ആശ്വാസവാക്കുകളുമായി എത്തിയ അവർ ഏറെ നേരം വീട്ടുകാരുമായി സംസാരിക്കുകയും അവരുടെ നിലവിലെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. സുഹൈലിന്റെ കുടുംബവുമായി മറിയ ഉമ്മന് വർഷങ്ങളായുള്ള ആത്മബന്ധമുണ്ട്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ വീട് ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലൂടെ സുമനസുകളിൽ നിന്നും ഏകദേശം 5.5 ലക്ഷം രൂപ സമാഹരിച്ച് വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് കുടുംബത്തിന് കൈമാറിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിര്യാണശേഷം ആധാരം നേരിട്ട് വീട്ടിലെത്തി കൈമാറിയത് മറിയ ഉമ്മനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പയുടെ അടുത്ത് ഒരാവശ്യമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിനും ഭാര്യയ്ക്കൊക്കെ കുടുംബപരമായി അവർക്ക് കണ്ണ് കാണാൻ ബ്ലൈൻഡായിട്ടുള്ള ഫാമിലി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം മരിക്കുന്നതിന് പല വർഷങ്ങൾക്ക് മുമ്പ് അപ്പയെ കാണാമെന്ന് അങ്ങനെയൊരു പരിചയമാണ്. എന്നിട്ട് അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന് അപ്പയുടെ നേതൃത്വത്തിൽ വീടിൻ്റെ ജപ്തി ഒഴിവാക്കി കൊടുത്തു. അത് എന്നിട്ട് അപ്പയുടെ മരണശേഷമാണ്. അത് വലിയ ആഗ്രഹമായിരുന്നു അപ്പയുടെ കൈ കൊണ്ട് തന്നെ ആധാരം കൊടുക്കണമെന്ന് പല പ്രാവശ്യം ട്രൈ ചെയ്തെങ്കിലും അത് സാധിച്ചില്ല. അപ്പോൾ ചികിത്സയിലൊക്കെ ആയിപ്പോയി. അവസാനം അപ്പയുടെ മരണശേഷം ഞാനാണ് ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആധാരം കൈമാറിയത്. ഇതിനിടെയാണ് കുടുംബത്തിന്റെ പ്രധാന ആശ്രയമായിരുന്ന പിതാവ് സയ്യിദ് അലവി മരണപ്പെട്ടത്. അടുത്തിടെ അപകടത്തിൽപ്പെട്ട സുഹൈൽ ഇപ്പോൾ കിടപ്പിലുമാണ്. ഇതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സുഹൈലിന്റെ ഭാര്യ സൽമയും കാഴ്ചശക്തിയില്ലാത്തയാളാണ്. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും B.Ed ബിരുദം നേടിയിട്ടുള്ള സൽമയ്ക്ക് തൊഴിൽ ലഭിച്ചാൽ കുടുംബത്തിന് സ്വയം പര്യാപ്തമായി മുന്നോട്ടു പോകാനാകുമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം. ഈ വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മറിയ ഉമ്മനോട് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K പ്രേമൻ, PS ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MS ബീന, VS ചാലിത, U ജയലക്ഷ്മി, കോൺഗ്രസ് നേതാക്കളായ ശിവൻ വീട്ടിക്കുന്ന്, മഹേഷ് വെളുത്തെടുത്ത് തുടങ്ങിയവരും നാട്ടുകാരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.